RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തീപ്പൊരി പോരാട്ടത്തെ കുറിച്ചാണ്. മറ്റാരുമല്ല, ചെൽസി വേഴ്സസ് ആഴ്സണൽ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം എന്തായാലും നല്ല പാറിയ മത്സരം തന്നെ ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെൽസി 3-ാം സ്ഥാനത്താണ്. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചുകൊണ്ട് 3-ാം സ്ഥാനത്താണ്. ആഴ്സണൽ 1-ാം സ്ഥാനത്താണ് 29 പോയിന്റുമായിട്ട്. 2-ാം സ്ഥാനത്തുള്ള ചെൽസി 23 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനത്താണുള്ളത്. അപ്പോൾ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചോട് കൂടിയിട്ട് അവർ 2-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നാളെ ചെൽസിക്ക് ജയിച്ചിട്ട് 2-ാം സ്ഥാനത്തിലേക്ക് എത്തോ അതോ ലീഡ് ഉയർത്തി ആഴ്സണൽ മുന്നോട്ട് പോകുന്നുള്ള കാര്യം നമുക്കറിയാം. ഗണ്ണേഴ്സ് മിന്നും ഫോമിലാണ് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെൽസി അവസാനം ബാഴ്സലോണയെ പഞ്ചിക്കിട്ടാണ് വന്നിരിക്കുന്നത്. ചെൽസിയുടെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വലിയ മോശമില്ലാത്ത പെർഫോമൻസ് ആണ്. എന്താ പറഞ്ഞാൽ ടീമുകളൊക്കെ പരിക്കുകളൊക്കെ മാറി അത്യാവശ്യം നല്ല സ്കോട്ടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് രണ്ട് ടീമും നാളെ ഇറങ്ങുന്നത്. അതിൽ രസകരമായ കാര്യം എന്താ പറഞ്ഞാൽ ചെൽസിയുടെ ഹോം ഗ്രൗണ്ടിൽ നമ്മൾ കോർണറും അതേപോലെ ഈ പരസ്യങ്ങൾ വയ്ക്കുന്ന ബോർഡ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് അടുത്തോട്ട് വെച്ചിരിക്കുക. ഇന്ന് അത് ഫേക്കാണോ ഒറിജിനലാണോ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഈ ആഴ്സണലിന്റെ ലോങ് ത്രോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഓടി വന്നിട്ട് ലോങ് ത്രോ വരുന്ന അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പരസ്യങ്ങൾ വെച്ചിരിക്കുന്ന ബോർഡുകൾ ഗ്രൗണ്ടിനോട് അടുപ്പിച്ച് വെക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഏതൊക്കെ വിധത്തിൽ അതേപോലെ നമ്മൾ ബോൾ ബോയ്സ് അതേപോലെ ബോൾ എടുത്ത് കൊടുക്കുന്ന അത് ഡിലേ ആക്കിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതിന് നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ ബോൾ സ്ഥിരമായിട്ട് പെട്ടെന്ന് വെക്കണം എന്നുള്ള ഒരു റൂൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാ ലീഗുകളിലും വരണം. എന്ന് പറഞ്ഞാൽ ഈ ബോൾ ബോയ്സ് ചില നല്ല കാര്യങ്ങളും അതേപോലെ ചില ടൈം കളയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ചെൽസിയുടെ മൈതാനത്തിൽ തീ പാറും. ആരായിരിക്കും വിജയിക്കാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്ര ഗോളായിരിക്കും? എൻ്റെ ഒരു ഇതിൽ വലിയ ഏതെങ്കിലും ഒരു ടീം നന്നായി ഡൊമിനേറ്റ് ചെയ്ത് കളിക്കും. അവർക്ക് ഒരു 3-1 വിജയം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആര് ജയിക്കും, എത്ര ഗോൾ എന്നുള്ളത്. രണ്ട് ടീമിനെ വിലയിരുത്തിയിട്ട് ആരാ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമുള്ള കാര്യം. എന്നാലും ഒരു ചെറിയ ചായ്വ് വരുന്നത് ആഴ്സണലിന്റെ ഭാഗമാണ്. ആഴ്സണൽ അത്രയും മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഓരോ ടീമിനനുസരിച്ചുള്ള അവർ ടീം വർക്ക് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ചെൽസിയും നിസ്സാരക്കാരല്ല. ചെൽസി ഫാൻസ് എന്നോട് ദേഷ്യപ്പെട്ട നിസ്സാരക്കാരല്ല, അവർക്കും തിരിച്ചടിക്കാനുള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ മിന്നും ഫോമിൽ തന്നെ കളിക്കുന്നത്. ആഴ്സണലിന്റെ പോരാട്ട വീര്യം നമ്മൾ കാണാതെ പോകരുത്. എന്താ പറഞ്ഞാൽ അവർ ചാമ്പ്യൻസ് ലീഗിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ അത്രയും മെച്ചപ്പെട്ട കളിയാണ്. എന്താ പറഞ്ഞാൽ 12 മത്സരങ്ങളിൽ കളിച്ചപ്പോൾ 9 വിജയവും 2 ഡ്രോയും ഒരേ ഒരു തോൽവി അടക്കം 29 പോയിന്റുമായിട്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പിൽ നിൽക്കുന്നത്. ചെൽസി ആയിക്കോട്ടെ 12 മത്സരങ്ങളിൽ 7 വിജയിച്ചപ്പോൾ 2 സമനിലയും 3 പരാജയപ്പെട്ട് 23 പോയിന്റുമായിട്ടാണ്. ആ ജയിക്കുകയാണെങ്കിൽ 2-ാം സ്ഥാനത്തിലേക്ക് കയറാം 26 പോയിന്റുമായിട്ട്. ആഴ്സണലായിട്ടുള്ള പോയിന്റ് വ്യത്യാസം 3 ചുരുക്കാം. 6 പോയിന്റ് ഉണ്ട് ഗ്യാപ്പ്. അപ്പോൾ അത് ചുരുക്കാൻ പറ്റും. അപ്പോൾ ചുരുക്കാൻ വേണ്ടിയിട്ട് ചെൽസി കാര്യമായിട്ട് നാളെ ശ്രമിക്കും. പാർമറൊക്കെ നാളെ തിരിച്ചു വരികയാണ്. കോൾ പാർമർ നാളെ തിരിച്ചു വരിക എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇല്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ അതേപോലെ ചങ്ങായിന്റെ കളി തന്നെയായിരിക്കും നാളെ എല്ലാവരും ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ചെൽസിയുടെ ഭാഗത്ത്. ആഴ്സണലിന്റെ ഭാഗത്ത് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, നിറഞ്ഞ് കളിക്കുകയാണ് ഇപ്പോൾ അവരും. അപ്പോൾ എന്തായാലും നാളെ തീപ്പാറിയ ഒരു മത്സരത്തിന് തന്നെയാണ് വേദി ഒരുങ്ങുക. അപ്പോൾ എല്ലാ പ്രേമികളും ഫുട്ബോൾ പ്രേമികളും നാളെ അത് കാണാതിരിക്കരുത്. ഈ ഒരു കളി മിസ് ചെയ്ത്, എന്താ പറഞ്ഞാൽ നാട്ടിലൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്ന ടൈമിലാണ് ഈ മത്സരം. എന്തായാലും കാണാൻ മിസ് ചെയ്യരുത്. എന്താ പറഞ്ഞാൽ ഈ മത്സരം ചിലപ്പോൾ മിസ് ചെയ്താൽ ചിലപ്പോൾ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയറിൽ ഏറ്റവും നല്ലൊരു മത്സരമായിരിക്കും ചിലപ്പോൾ മിസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും നല്ലൊരു മത്സരങ്ങളിൽ ഒരു മത്സരമായിരിക്കും മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ ഇന്ത്യൻ സമയം 10 മണിക്കാണ് രാത്രി. ഈ സമയം 8:30 മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇവരുടെ സ്റ്റാർട്ടിംഗ് 11 നാളെ ഒരു പ്രഡിക്ഷൻ നോക്കിയാലോ. നിങ്ങൾ അതിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുന്ന ആരാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരേണ്ട പ്ലേയേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ചെൽസിയുടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ സാഞ്ചസ് തന്നെ ആയിരിക്കും ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്ന ആൾ. അവിസ്മരണീയ പ്രകടനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ബാക്കുകളിലായിട്ട് കുക്കുറലയും ഗസ്റ്റോ ഉണ്ട്. കുക്കുറലയുടെ കാര്യം എടുത്ത് പറയണം. കഴിഞ്ഞ മത്സരത്തിൽ യമാലിനെ പോക്കറ്റിലാക്കിയ പോലെ ഈ മത്സരത്തിൽ സാക്കനെയാണ് നേരിടേണ്ടി വരിക. നാളെ സെൻട്രൽ ബാക്കുകളായിട്ട് ചലോബയും അതേപോലെ ഫൊഫാനയായിരിക്കും കളിക്കാൻ ചാൻസ് ഉള്ളത്. നമുക്ക് മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജെയിംസും കസാഡോയും അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും ആയിരിക്കും ഉണ്ടാവുക. അറ്റാക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ എസ്താവോ അതേപോലെ തന്നെ ഗർണാച്ചോയും ആയിരിക്കും ഉണ്ടാവുക. സ്ട്രൈക്കറായിട്ട് ദലാപ്പ് ആയിരിക്കും കളിക്കാനുണ്ടാവുക. ആഴ്സണലിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ റയൻ ആയിരിക്കും ഗോൾ കീപ്പറായിട്ട് ഉണ്ടാവുക. ഡിഫൻഡർമാരായിട്ട് സലീബിയും അതേപോലെ തന്നെ ഗബ്രിയലും ഉണ്ടാവുക. അതേപോലെ റൈറ്റും ലെഫ്റ്റും ബാക്കുകളായിട്ട് കലാഫിയോരിയും അതേപോലെ തന്നെ ടിമ്മറും ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിക്ലാൻ റൈസും അതേപോലെ മാർട്ടിൻ സുബമെന്റിയും അതേപോലെ എസെ ആയിരിക്കും കളിക്കാം. അറ്റാക്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ മൊഡൂക്കോയും അതേപോലെ സാക്കയും ഉണ്ടാവും. അതേപോലെ സ്ട്രൈക്കറായിട്ട്
നമ്മുടെ മൊറീനോ ഉണ്ടാവും. അപ്പോൾ എന്തായാലും തീപ്പാറിയ ഒരു മത്സരം തന്നെയായിരിക്കും. അപ്പോൾ മത്സരത്തിൽ എത്ര ഗോളിന് ജയിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്ലെയർ വരാനുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.